ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള രഹസ്യബന്ധം എത്ര നാൾ ആരും അറിയാതെ മൂടിവെക്കാൻ കഴിയും? ഇത്തരം ബന്ധങ്ങൾക്ക് എന്ത് വിശ്വാസ്യതയാണുള്ളത്? ഇവിടെ ഒരു പ്രശ്നമുണ്ടായാൽ ഇരയാകപ്പെടുന്നത് പലപ്പോഴും സ്ത്രീകൾ മാത്രമാണ്. തൃശ്ശൂർ ചെറുതുരുത്തിയിലെ ഒരു ഹോട്ടൽ മുറിയിൽ നൃത്താധ്യാപിക ധനലക്ഷ്മി കൊല്ലപ്പെട്ട കേസിന് പിന്നിലും ഇത്തരം ഒരു രഹസ്യബന്ധത്തിൻ്റെ കഥ പറയാനുണ്ട്. മലപ്പുറം ചേരൂർ സ്വദേശിനിയായ ധനലക്ഷ്മിയും തേഞ്ഞിപ്പാലം സ്വദേശി വിജീഷും തമ്മിൽ ഏറെ നാളായി അടുപ്പത്തിലായിരുന്നു. ഒന്നിച്ചുള്ള നിരവധി യാത്രകൾ അവരെ കൂടുതൽ അടുപ്പിച്ചു. അതിനിടെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ധനലക്ഷ്മി ആവശ്യപ്പെട്ടതോടെ അയാളുടെ മനസ്സ് മാറുന്നു. പിന്നീട് പെൺസുഹൃത്തിനെ കൊലപ്പെടുത്താനുള്ള ആസൂത്രണം. അങ്ങനെയാണ് തൃശ്ശൂർ ചെറുതുരുത്തിയിലെ ഹോട്ടലിലെത്തുന്നത്. ധനലക്ഷ്മിയെ കൊലപ്പെടുത്തി രക്ഷപ്പെടാനായിരുന്നു പ്രതിയുടെ നീക്കം. പിന്നീട് എന്തായിരിക്കും അയാൾക്ക് സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ആരും അറിയാതെ രഹസ്യമായി കൊണ്ടു നടന്നൊരു ബന്ധം. മലപ്പുറം ചേരൂരിലെ നൃത്താധ്യാപികയായ ധനലക്ഷ്മിയും തേഞ്ഞിപ്പാലം സ്വദേശി വിജീഷും തമ്മിൽ ഏറെ നാളത്തെ അടുപ്പമുണ്ട്. ഇടയ്ക്ക് ഇരുവരും തനിച്ച് യാത്രകൾ ചെയ്യും, പലയിടങ്ങളിലും താമസിക്കും. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തൃശ്ശൂർ ചെറുതുരുത്തിയിലെ ഹന്ന റെസിഡൻസി എന്ന ഹോട്ടലിൽ ഇവർ മുറിയെടുത്തത്. രാവിലെ മുറിയിൽ നിന്ന് ആളനക്കമൊന്നുമില്ലാതെ വന്നപ്പോൾ ജീവനക്കാർ പരിശോധിച്ചപ്പോൾ ധനലക്ഷ്മിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. സംഭവത്തിൽ ദുരൂഹത തോന്നിയ പോലീസ് വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് കൊലപാതക സാധ്യത തെളിയുന്നത്. അതിനിടെ വിജീഷ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നു. തന്നെ വിവാഹം കഴിക്കണമെന്ന് ധനലക്ഷ്മി വാശി പിടിച്ചതാണ് കൊലപ്പെടുത്താനുള്ള കാരണമെന്ന് പ്രതിയുടെ മൊഴിയിലുണ്ട്. തൃശൂർ ചെറുതുരുത്തിയിലെ ഹന്ന റെസിഡൻസിയിലാണ് സ്ത്രീയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലപ്പുറം ചേരൂർ സ്വദേശിനി ധനലക്ഷ്മിയുടെ മരണം കൊലപാതകമെന്ന് വിശദമായ അന്വേഷണത്തിൽ തെളിഞ്ഞു. അതോടെയാണ് ഇവർക്കൊപ്പം ഹോട്ടലിൽ മുറിയെടുത്ത യുവാവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. അതിനിടെ ധനലക്ഷ്മിയുടെ സുഹൃത്തായ തേഞ്ഞിപ്പാലം സ്വദേശി വിജീഷ് താനാണ് കൊലപാതകം നടത്തിയതെന്ന് വെളിപ്പെടുത്തി മലപ്പുറം തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തു. തുടർന്ന് തേഞ്ഞിപ്പാലം സ്റ്റേഷനിൽ നിന്ന് ചെറുതുരുത്തി സ്റ്റേഷനിലേക്ക് വിവരം കൈമാറുകയായിരുന്നു. രാത്രിയിലാണ് വിജീഷും ധനലക്ഷ്മിയും ഹോട്ടലിൽ റൂമെടുത്തത്. ധനലക്ഷ്മിയെ വിജീഷ് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് സൂചന. ചെറുതുരുത്തി സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവാഹത്തിന് നിർബന്ധിച്ചതാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. ന്യൂസ് 18 തൃശൂർ. പ്രണയത്തിനും സൗഹൃദത്തിനും പിന്നിൽ ചതിയുടെ ഒരു കഥ പറയാനുണ്ട്. കോഴിക്കോട് നിന്നൊരു സുഹൃത്തിനെ കാണാൻ ബംഗളൂരുവിലേക്ക് പോയ യുവാവ്. പക്ഷെ അവിടെ കാത്തിരുന്നത് സൗഹൃദമല്ല, ഒരു കെണിയായിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ, നഗ്നദൃശ്യങ്ങൾ പകർത്തൽ, 8 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെടൽ. പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ സംഭവത്തിന് പിന്നിൽ യുവാവിൻ്റെ പെൺസുഹൃത്തിനും പങ്കുണ്ടെന്ന സംശയമാണ് അതിലേറെ ഞെട്ടിപ്പിക്കുന്നത്. എന്നാൽ ഈ കേസിൽ ഇപ്പോഴും നിരവധി ദുരൂഹതകളുണ്ട്. ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഹണി ട്രാപ്പാണോ, അതോ വ്യക്തിപരമായ വൈരാഗ്യമാണോ? കോഴിക്കോട് സ്വദേശിയായ 21-കാരനാണ് സാഹസികമായി തടങ്കലിൽ നിന്നും രക്ഷപ്പെട്ട് ചേവായൂർ പോലീസിൽ പരാതി നൽകിയത്. യുവതി ഉൾപ്പെടുന്ന 6 അംഗ സംഘത്തെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കഴിഞ്ഞ മെയ് 24-നാണ് കോഴിക്കോട് സ്വദേശിയായ 21-കാരൻ സുഹൃത്തിനെ കാണുന്നതിനായി ബാംഗ്ലൂരുവിൽ എത്തുന്നത്. സുഹൃത്തിനൊപ്പം ഫ്ളാറ്റിൽ താമസിക്കുകയായിരുന്ന യുവാവിനെ മറ്റൊരു സുഹൃത്ത് വിളിക്കുന്നുണ്ട് എന്ന് വിശ്വസിപ്പിച്ച് യുവതി ഉൾപ്പെടുന്ന 6 അംഗ സംഘം തന്ത്രപൂർവ്വം പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് കോഴിക്കോട് പയമ്പ്രയിലുള്ള ആളൊഴിഞ്ഞ സ്ഥലത്തെ രഹസ്യകേന്ദ്രത്തിൽ എത്തിച്ചായിരുന്നു തടങ്കലിലാക്കിയത്. രഹസ്യകേന്ദ്രത്തിൽ വെച്ച് ബലം പ്രയോഗിച്ച് യുവാവിന്റെ നഗ്നദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി. ഈ ദൃശ്യങ്ങൾ
യുവാവിന്റെ അമ്മയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്ത സംഘം മകനെ വിട്ടയക്കണമെങ്കിൽ 8 ലക്ഷം രൂപ നൽകണമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പണം തന്നില്ലെങ്കിൽ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. എന്നാൽ അക്രമികളുടെ കണ്ണുവെട്ടിച്ച് രഹസ്യകേന്ദ്രത്തിൽ നിന്നും സാഹസികമായി രക്ഷപ്പെട്ട യുവാവ് നാട്ടിലെത്തുകയും ചേവായൂർ പോലീസിൽ നേരിട്ടെത്തി പരാതി നൽകുകയുമായിരുന്നു. കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ക്രിമിനൽ സംഘമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. സുഹൃത്തും പ്രതികളും സുഹൃത്തുക്കളാണ് എന്നും സൂചനയുണ്ട്. സംഘത്തിലുണ്ടായിരുന്ന യുവതി ഉൾപ്പെടെ 3 പേരെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. പ്രതികളുടെ മൊബൈൽ ഫോൺ വിവരങ്ങളും ശാസ്ത്രീയ ഡിജിറ്റൽ തെളിവുകളും ശേഖരിച്ചു വരികയാണ്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതികളെ ഉടൻ തന്നെ വലയിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. യുവാവും പ്രതികളുമായി സാമ്പത്തികമായോ വ്യക്തിപരമായോ ഉള്ള ഇടപാടുകളുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്. കാസർഗോഡ് മേൽപ്പറമ്പ് പോലീസിനെ കുറെ വട്ടം കറക്കിയ പ്രതിയാണ് സ്നേഹ മെർലിൻ. 4 പോക്സോ കേസുകൾ മുതൽ അക്രമ സംഭവങ്ങൾ വരെ. ഏറ്റവും ഒടുവിൽ 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായതോടെയാണ് സ്നേഹയുടെ ദുരൂഹമായ ജീവിതത്തിൻ്റെ ചുരുളഴിയുന്നത്. പക്ഷേ പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് അവൾ 51 ദിവസത്തോളം ഒളിവിൽ കഴിഞ്ഞു. സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ കുറെ പഴികേട്ടതാണ്. ഒടുവിൽ സ്നേഹയ്ക്ക് പിടിവീണിരിക്കുന്നു. പയ്യന്നൂർ മാത്തലിലെ ഒളി സങ്കേതത്തിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. നിരവധി കേസുകളിൽ പ്രതിയായ ഒരു യുവതിക്ക് ഇത്രയും നാൾ നിയമത്തെ വെല്ലുവിളിച്ച് എങ്ങനെ ഒളിവിൽ കഴിയാൻ സാധിച്ചു എന്നതാണ് പ്രധാന ചോദ്യം. ആരാണ് ഇവൾക്ക് സഹായം നൽകിയതെന്നും പോലീസ് അന്വേഷിക്കണം. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16-കാരിയെ പീഡിപ്പിച്ച കേസിലാണ് അറസ്റ്റ്. തളിപ്പറമ്പ് പുളിപ്പറമ്പ് സ്വദേശിനിയായ സ്നേഹ മെർലിനെ പെരിങ്ങോം പോലീസിന്റെ സഹായത്തോടെയാണ് മേൽപ്പറമ്പ് പോലീസ് പിടികൂടിയത്. 4 പോക്സോ കേസുകളിൽ പ്രതിയായ സ്നേഹ മാത്തിലിലെ ഒരു ബന്ധുവീട്ടിൽ ഒളിച്ചു താമസിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പിടിയിലായത്. മേൽപ്പറമ്പിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മാതാവിന്റെ സുഹൃത്താണ് സ്നേഹ. കണ്ണൂർ ജയിലിൽ വെച്ചാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. പിന്നീട് ഇരുവരും ജയിലിൽ നിന്നിറങ്ങി. ജയിലിലെ പരിചയത്തിന്റെ പേരിൽ സ്നേഹ 1 വർഷക്കാലം പെൺകുട്ടിയുടെ മാതാവിനൊപ്പമാണ് താമസിച്ചിരുന്നത്. ഈ സമയത്താണ് പെൺകുട്ടി ക്രൂരമായി പീഡനത്തിനിരയായത്. ഭയം കാരണം പെൺകുട്ടി വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല. സ്കൂളിൽ നടന്ന കൗൺസിലിംഗിലാണ് പീഡനം സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. തുടർന്ന് ജൂൺ 13-നാണ് സ്നേഹയ്ക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തത്. ഇതോടെ സ്നേഹ ഒളിവിൽ പോവുകയായിരുന്നു. സ്നേഹയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്ന 4ാമത്തെ പോക്സോ കേസാണ് മേൽപ്പറമ്പിലേത്. സ്നേഹ മെർലിനെതിരെ ഇതിനു മുമ്പും തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ 3 പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2025 മാർച്ച് 14-നാണ് സ്നേഹ ആദ്യമായി പോക്സോ കേസിൽ അറസ്റ്റിലാകുന്നത്. തളിപ്പറമ്പ് സ്റ്റേഷൻ പരിധിയിലെ 12 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്നായിരുന്നു ആദ്യ കേസ്. സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ബാഗിൽ നിന്ന് അശ്ലീല ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ കണ്ടെത്തിയതിനെ തുടർന്ന് അധ്യാപകർ പോലീസിനെയും ചൈൽഡ് ലൈനെയും വിവരമറിയിക്കുകയായിരുന്നു. പിന്നീട് നടത്തിയ കൗൺസിലിംഗിലാണ് നിർണായക പീഡന വിവരങ്ങൾ പുറത്തു വന്നത്. കുറ്റകൃത്യങ്ങളിൽ തുടർച്ചയായി ഉൾപ്പെടുന്ന പ്രകൃതിക്കാരിയായ സ്നേഹയ്ക്കെതിരെ ഇതിനോടകം തന്നെ കർശന നിയമ നടപടികളാണ് പോലീസ് സ്വീകരിച്ചിരുന്നത്. തുടർ പീഡന വിവരങ്ങൾ പുറത്തു വന്നതോടെ അന്വേഷണം വിപുലമാക്കാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു. തളിപ്പറമ്പിലെ CPI നേതാവായ കോമത്ത് മുരളീധരനെ ആക്രമിച്ച കേസിലും സ്നേഹ പ്രതിയാണ്. ASIമാരായ മനു, ശിവൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ നിഖിൽ, ജയശ്രീ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. നിയമത്തിൻ്റെ കണ്ണുവെട്ടിച്ച് ഒരാൾക്ക് എത്ര നാൾ ഒളിവിൽ കഴിയാൻ സാധിക്കും? എങ്ങനെയൊക്കെ വിദഗ്ധമായി രക്ഷപ്പെട്ടാലും രൂപമാറ്റം വരുത്തിയാലും പേരുകൾ മാറ്റിയാലും ഒരിക്കൽ പിടിക്കപ്പെടുമെന്നാണ് യാഥാർത്ഥ്യം. 2019 പാലക്കാട് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു
4 വയസ്സുകാരിയെ ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം. കേസിൽ ഭിക്ഷാടന മാഫിയയിലെ സ്ത്രീകളടങ്ങുന്ന 5 അംഗ സംഘം അറസ്റ്റിലായെങ്കിലും അതിൽ 3 പേർ ജാമ്യത്തിലിറങ്ങി രക്ഷപ്പെട്ടു. ഒടുവിൽ 6 വർഷത്തിന് ശേഷം കേസിലെ മുഖ്യപ്രതി സുരേഷിനെ പോലീസ് പിടികൂടിയിരിക്കുന്നു. 2 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ക്രൂരമായ സംഭവം നടന്നത്. സ്റ്റേഡിയം പരിസരത്ത് താമസിച്ചിരുന്ന നാടോടി കുടുംബത്തിലെ 4 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അയൽവാസികളായ 5 പേർ ചേർന്ന് ക്രൂരകൃത്യം നടത്തിയെന്നാണ് കേസ്. കൂട്ടബലാത്സംഗത്തിനിടെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഉപേക്ഷിച്ചു. തുടക്കത്തിൽ പോലീസിന് യാതൊരുവിധ തുമ്പും ലഭിച്ചിരുന്നില്ലെങ്കിലും പിന്നീട് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതികളെ കണ്ടെത്തിയത്. 2 സ്ത്രീകൾ ഉൾപ്പെടെ 5 പേരായിരുന്നു കേസിലെ പ്രതികൾ. ജാമ്യത്തിലിറങ്ങിയ ശേഷം 1-ാം പ്രതി സുരേഷ് കുമാർ, 2-ാം പ്രതി പടയപ്പ, 4-ാം പ്രതിയും സുരേഷ് കുമാറിന്റെ ഭാര്യയുമായ ഫെമിന എന്നിവർ ഒളിവിൽ പോവുകയായിരുന്നു. ഇവരിൽ സുരേഷ് കുമാറിനെയാണ് തമിഴ്നാട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതി നടപടികൾക്ക് ശേഷം പ്രതിയെ ജയിലിലേക്ക് മാറ്റി. മറ്റ് 2 പ്രതികളായ പടയപ്പ, ഫെമിന എന്നിവർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കേസിലെ മറ്റ് 2 പ്രതികൾ ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബലാത്സംഗം, കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തിയ സുരേഷ് മയക്കുമരുന്നിനടിമയും ലൈംഗിക പീഡന കേസിലെ പ്രതിയുമാണ്. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ആദിശേഖർ എന്ന 15-കാരനെ ഓർമ്മയില്ലേ? ആ നിഷ്കളങ്കമായ മുഖം എങ്ങനെ മറക്കാൻ കഴിയുമല്ലേ? അയൽവാസിയായ പ്രിയരഞ്ജന്റെ ക്രൂരതയ്ക്കിരയായ 10ാം ക്ലാസ് വിദ്യാർത്ഥി. ക്ഷേത്രത്തിൻ്റെ മതിലിൽ പ്രിയരഞ്ജൻ മൂത്രമൊഴിച്ചതിനെ ആദിശേഖർ ചോദ്യം ചെയ്തതിൻ്റെ പകയിൽ നടന്ന കൊലപാതകം. ആ കേസിൽ പ്രതിക്ക് കോടതി ജീവപര്യന്തം കഠിന തടവും 10 ലക്ഷം രൂപ പിഴയും വിധിച്ചതാണ്. ഒടുവിൽ പ്രതി പ്രിയരഞ്ജന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കേസിലെ ശിക്ഷ മരവിപ്പിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് MM സുന്ദരേഷ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. ഓഗസ്റ്റ് 30-നാണ് കാട്ടാക്കടയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ആദിശേഖരനെ അയൽവാസിയായ പ്രിയരഞ്ജൻ കാറിടിച്ച് കൊലപ്പെടുത്തിയത്. മാമ, ഇവിടെ മൂത്രമൊഴിക്കുന്നത് ശരിയാണോ എന്ന ആദിശേഖരന്റെ നിഷ്കളങ്കമായ ചോദ്യത്തെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം. പുളിങ്കോട് ക്ഷേത്രത്തിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ കേസിന് നിർണായക തെളിവായി. കുളി കഴിഞ്ഞ് സുഹൃത്തുക്കൾക്കൊപ്പം പുളിങ്കോട് ക്ഷേത്ര ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങുന്നതിനിടെ സൈക്കിളിൽ കയറാൻ ശ്രമിച്ച ആദിശേഖരനെ പിന്നിൽ നിന്നെത്തിയ KL 19 N69 57 നമ്പർ ഇലക്ട്രിക് കാർ മനഃപൂർവ്വം ഇടിച്ചു തെറിപ്പിച്ച് കളയുകയായിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പ്രതി പ്രിയരഞ്ജൻ സ്ഥിരമായി മദ്യപിക്കാറുണ്ടായിരുന്നുവെന്നും സംഭവസമയത്ത് മദ്യലഹരിയിലായിരുന്നുവെന്നും ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ആദ്യം അപകടമരണമെന്ന നിലയിൽ രജിസ്റ്റർ ചെയ്ത കേസ് വീട്ടുകാർ ദുരൂഹത ആരോപിച്ചതിനെ തുടർന്ന് കൊലക്കേസായി മാറി. സംഭവത്തിനു ശേഷം കാർ ഉപേക്ഷിച്ച് കുടുംബവുമായി തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രിയരഞ്ജനെ 12 ദിവസത്തിനു ശേഷമാണ് കാട്ടാക്കട പോലീസ് കന്യാകുമാരി കുഴിത്തുറയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. അതേസമയം ഭാര്യയുമായി ഫോണിൽ സംസാരിക്കുന്നതിനിടെ പുതിയ ഇലക്ട്രിക് കാർ മുന്നോട്ടെടുത്തപ്പോൾ അബദ്ധത്തിൽ സൈക്കിളിൽ ഇടിച്ചതാണെന്നും വാഹന പരിചയക്കുറവാണ് അപകടത്തിന് കാരണമായത് എന്നുമാണ് പ്രിയരഞ്ജൻ ജാമ്യഹർജിയിൽ വാദിച്ചത്. എന്നാൽ സംഭവം ആസൂത്രിത കൊലപാതകമാണ് എന്ന് കണ്ടെത്തിയ കോടതി പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 10 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പിന്നീട് വിചാരണ കോടതി വിധിക്കെതിരെ പ്രതി ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും അതിൽ തീർപ്പുണ്ടാകുന്നതുവരെ ജാമ്യം അനുവദിക്കരുത് എന്നും ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് പ്രതിക്ക് അനുകൂലമായ വിധി. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ച ജീവപര്യന്തം തടവ് ശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ആദിശേഖരനെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യം പ്രതിക്കില്ലായിരുന്നുവെന്ന് പ്രിയരഞ്ജനു വേണ്ടി ഹാജരായ അഭിഭാഷക സ്വീന മാധവൻ നായർ വാദിച്ചു. കാറിന്റെ നിയന്ത്രണം വിട്ടപ്പോഴുണ്ടായ അപകടമാണ് മരണകാരണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ശിക്ഷ വിധിച്ച വിചാരണ കോടതി ഉത്തരവിൽ തന്നെ പ്രോസിക്യൂഷൻ കണ്ടെത്തലുകളിൽ സംശയം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രതിഭാഗം വാദിച്ചു. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ തീർപ്പുണ്ടാകുന്നതുവരെ ജാമ്യം അനുവദിക്കണമെന്ന പ്രതിഭാഗത്തിന്റെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചു. ന്യൂസ് 18 ഡൽഹി.
ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം, ചെറിയൊരു വാക്കേറ്റം. പക്ഷെ അവിടെ നഷ്ടമായത് ഒരു പൊതുപ്രവർത്തകന്റെ ജീവനാണ്. ഒരു നിമിഷത്തെ പ്രകോപനം എത്രയോ കുടുംബങ്ങളെയാണ് കണ്ണീരിലാഴ്ത്തിയത്. 2022 മഞ്ചേരി നഗരസഭാ കൗൺസിലറായിരുന്ന കുഞ്ഞാക്കെ എന്ന തലാപ്പിൽ അബ്ദുൾ ജലീലിനെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടാകുന്നത്. ആ കേസിൽ 4 വർഷങ്ങൾക്ക് ശേഷം വിധി വന്നിരിക്കുന്നു. 3 പ്രതികൾക്കും ജീവപര്യന്തം തടവാണ് ശിക്ഷ. ഒരു നിമിഷത്തെ പ്രകോപനത്തിന് ജീവിതകാലം മുഴുവൻ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നുവെന്ന സത്യം പ്രതികൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടാകും. മാർച്ച് 29 രാത്രി 9:30 മഞ്ചേരി കുട്ടിപ്പാറയിൽ വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പ്രതികളായ ഷുഹൈബ്, അബ്ദുൾ മജീദ് എന്നിവർ അബ്ദുൾ ജലീലിനെയും സുഹൃത്തുക്കളെയും തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും 1-ാം പ്രതി കൈവശമുണ്ടായിരുന്ന ഹെൽമറ്റ് ഉപയോഗിച്ച് അബ്ദുൾ ജലീലും സംഘവും സഞ്ചരിച്ചിരുന്ന കാറിന്റെ ചില്ല് തകർക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് രാത്രി 10 മണിയോടെ കുട്ടിപ്പാറയിലെ കുന്നുമ്മൽ മുഹമ്മദിന്റെ വീടിനു മുന്നിൽ കേടുപാടുകൾ സംഭവിച്ച കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അബ്ദുൾ ജലീലിനെയും സുഹൃത്തുക്കളെയും 3-ാം പ്രതിയായ ഷംസീർ കെ ബൈക്കിലെത്തി നിരീക്ഷിച്ചു. ഇയാൾ ഫോണിലൂടെ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ 1-ഉം 2-ഉം പ്രതികളിൽ 1-ാം പ്രതിയായ ഷുഹൈബ് റോഡരികിൽ നിന്നിരുന്ന അബ്ദുൾ ജലീലിനെ കൈവശം കരുതിയ കരിങ്കല്ല് ഉപയോഗിച്ച് തലയിൽ പലതവണ അടിക്കുകയായിരുന്നുവെന്നാണ് കേസ്. ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൾ ജലീൽ 2022 മാർച്ച് 30 ചികിത്സയിലിരിക്കെ മരിച്ചു. മഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളായ ഷുഹൈബ്, അബ്ദുൾ മജീദ്, ഷംസീർ എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 1-ാം പ്രതി ജാമ്യത്തിലിരിക്കെ മുങ്ങിയതിനെ തുടർന്ന് കേസ് വിധി പറയാൻ കഴിയാതെ മാറ്റിവെച്ചിരുന്നു. അന്നത്തെ മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടറായിരുന്ന സി അലവിയാണ് കേസ് അന്വേഷിച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ വി സാബു ഹാജരായി. കേസിൽ പ്രോസിക്യൂഷൻ 45 സാക്ഷികളെ വിസ്തരിക്കുകയും 98 രേഖകളും 12 തൊണ്ടിമുതലുകളും ഹാജരാക്കുകയും ചെയ്തു. 3 പ്രതികളെയും കുറ്റക്കാരാണെന്ന് കണ്ട് കോടതി പരമാവധി ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ കേസിൽ ഈ പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് ഇന്ന് അഡീഷണൽ പ്രോസിക്യൂട്ടറായി ഷെരീഫുണ്ട്, അതുപോലെ മുൻസീഫ് റഹ്മാൻ, ഇവരൊക്കെ രാപ്പകലെ അധ്വാനിച്ചിട്ടാണ് ഈ പ്രോസിക്യൂഷൻ ഇത്രയും. കാരണം ഒരുപാട് അപാകതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. തുടക്കത്തിൽ ഈ പ്രതിഭാഗത്തിന് വാദിക്കാൻ ഒരുപാട് പോയിന്റ്സ് ഉണ്ടായിരുന്നു. അവർ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ല, കല്ല് തിരിച്ചറിഞ്ഞിട്ടില്ല, എന്താണ് ആയുധം ഉപയോഗിച്ചതെന്ന് തിരിച്ചറിഞ്ഞില്ല, ഒരുപാട് വാദങ്ങൾ, സാങ്കേതിക വാദങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം കോടതി തിരസ്കരിച്ച് കോടതി ഈ പരമാവധി ശിക്ഷ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളും അരങ്ങുവാനിരുന്ന കാലം. 2015 CPM-ഉം SDPയും തമ്മിൽ വെല്ലുവിളിയും ഏറ്റുമുട്ടലും നടന്നിരുന്ന സമയത്താണ് രാമന്തളിയിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവമുണ്ടായത്. പ്രാദേശിക നേതാവ് കെ വിജയനെ ബൈക്കിലെത്തിയ സംഘം ആക്രമിച്ച് വകവരുത്താൻ ശ്രമിച്ച കേസിൽ 3 SDPA പ്രവർത്തകർ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതികൾ 18 വർഷം കഠിന തടവ് അനുഭവിക്കണമെന്നാണ് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി. രാഷ്ട്രീയ ക്രിമിനലിസം നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന അഭിപ്രായ പ്രകടനത്തോടെയാണ് കോടതി വിധി പറഞ്ഞത്. സെപ്റ്റംബർ 17 കേസിനാസ്പദമായ സംഭവം. CPM രാമന്തളി വടക്കുംപാട്ട് ബ്രാഞ്ച് സെക്രട്ടറിയും സഹകരണ ബാങ്ക് ജീവനക്കാരനും കൂടിയായ കെ വിജയനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. രാമന്തളി വടക്കുംപാട്ട് സ്വദേശികളായ ടി ഹനാൻ, മുഹമ്മദ് അബ്ദുള്ള, MP ഫൈസൽ എന്നിവരെയാണ് ശിക്ഷിച്ചത്. IPC 307 പ്രകാരം 10 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ വീതം പിഴയും, IPC 323 പ്രകാരം 1 വർഷം തടവ്, IPC 326 പ്രകാരം 7 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ വീതം പിഴയുമാണ് ശിക്ഷ.
2 ലക്ഷം രൂപ പിഴ അടച്ചില്ല എങ്കിൽ 3 കൊല്ലം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. 1 ലക്ഷം രൂപ പിഴ അടച്ചില്ലെങ്കിൽ 2 വർഷം തടവ് അനുഭവിക്കണം. പിഴ അടച്ചാൽ അതിൽ നിന്നും 9 ലക്ഷം രൂപ ആക്രമണത്തിനിരയായ വിജയന് നൽകണമെന്നും വിധിന്യായത്തിൽ കോടതി വ്യക്തമാക്കി. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും. അതിനാൽ ഏറ്റവും വലിയ തടവ് ശിക്ഷയായ 10 വർഷം കഠിന തടവ് പ്രതികൾ അനുഭവിക്കണം. വിധി പ്രഖ്യാപനത്തിനു ശേഷം പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. സംഭവ ദിവസം ഓണാഘോഷത്തിന് മൈക്ക് ഉപയോഗിച്ചതിന്റെ പണം നൽകാൻ VP മുഹമ്മദ് ഷഹീഖിന്റെ രാമന്തള്ളിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനത്തിലെത്തിയപ്പോഴാണ് ബൈക്കിലെത്തിയ പ്രതികൾ ആക്രമിച്ചത്. തടയാൻ ശ്രമിച്ച മുഹമ്മദ് ഷഫീഖിനെ തള്ളിയിടുകയും ചെയ്തു. മുഹമ്മദ് ഷഫീഖിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. കൊലപാതകം നടക്കുന്നതിന്റെ തലേദിവസം കോളോത്ത് CPM NDPI പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായിരുന്നു വിജയനെ വധിക്കാൻ ശ്രമിച്ചത്. സാരമായി പരിക്കേറ്റ വിജയൻ ഏറെ നാൾ ചികിത്സയിലായിരുന്നു. 11 വർഷത്തിനു ശേഷമാണ് കേസിന്റെ വിചാരണ പൂർത്തിയാക്കിയത്. കഴിഞ്ഞ ദിവസം പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ കോടതി ശിക്ഷയെക്കുറിച്ച് വാദം നടത്തിയിരുന്നു. 2ാം പ്രതിയായ മുഹമ്മദ് അബ്ദുള്ള താൻ മലപ്പുറത്ത് പോളിടെക്നിക് അധ്യാപകനാണ് എന്ന് കോടതിയെ അറിയിച്ചു. ഈ ഘട്ടത്തിൽ അധ്യാപകൻ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും വേണ്ടപ്പെട്ട ആളാണ് എന്നും അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഹീനമായ കുറ്റകൃത്യം നടത്താൻ കഴിയുന്നത് എന്നും കോടതി ചോദിച്ചു. കേസിലെ 1ാം പ്രതി ഹനാൻ തനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല എന്നായിരുന്നു വാദിച്ചത്. എന്നാൽ 2023 ലൈസൻസ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചതിന് കോഴിക്കോട് കേസ് ഉണ്ടായിരുന്ന കാര്യം പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് U രമേശൻ ഹാജരായി. ന്യൂസ് 18 കണ്ണൂർ. കേരളത്തിൽ നിന്നുള്ള നിരവധി മലയാളി വിദ്യാർത്ഥികൾ അയൽ സംസ്ഥാനമായ കർണാടകയിൽ പഠിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു നാട്ടിൽ നമ്മുടെ കുട്ടികൾ എത്രത്തോളം സുരക്ഷിതരാണെന്ന ചോദ്യം പലരുടെയും ഉള്ളിലുണ്ടാകാം. പ്രത്യേകിച്ച് മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിനായി പറഞ്ഞയക്കുമ്പോൾ മാതാപിതാക്കളുടെ ഉള്ളിൽ ആശങ്കയുണ്ടാകുന്നത് സ്വാഭാവികമാണ്. കാരണം റാഗിങ്ങിനും ആക്രമണത്തിനും കുട്ടികളെ ഇരകളാകുന്ന നിരവധി സംഭവങ്ങൾ. മംഗളൂരു ശ്രീനിവാസ കോളേജിൽ മലയാളി വിദ്യാർത്ഥികളെ ആക്രമിച്ച കേസാണ് ഇതിൽ ഒടുവിലെത്തിയത്. കറുത്ത ഷൂസ് ധരിച്ചെത്തിയതിന് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചെന്നാണ് പരാതി. സംഭവത്തിൽ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കറുത്ത ഷൂസ് ധരിച്ചെത്തിയെന്ന് പറഞ്ഞാണ് മംഗളൂരു ശ്രീനിവാസ കോളേജിലെ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ ക്രൂരമായ ആക്രമണമുണ്ടായത്. 2 1ാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. ആദർശ്, ജസീൻ ഖാദർ എന്നീ വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. ഇരുവരും മലയാളികളാണ്. കറുത്ത ഷൂ ധരിച്ചതിന്റെ പേരിൽ ഗുജാരക്കേരയിലെ ചായക്കടക്ക് സമീപത്ത് വെച്ച് ഇവരെ ചോദ്യം ചെയ്ത അക്രമി സംഘം പിന്നീട് ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജൂനിയർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചത് മലയാളി വിദ്യാർത്ഥികളാണെന്നാണ് ಲಭ್ಯವಾಗುന്ന ವಿವರಂ. ಯಾಕಂದರೆ ಎಲ್ಲಿ ಈಗ ನಮ್ಗೆ ಗೊತ್ತಿದೆ ಕೇರಳ ಸ್ಟೂಡೆಂಟ್ಸು ಅವ್ರು ಬೇರೆಯವರಿಗೆ ಮಾಡೋದಿಲ್ಲ, ಕೇರಳದವರಿಗೆ ಜಾಸ್ತಿ ಮಾಡ್ತಾರೆ. ನಾರ್ತ್ ಇಂಡಿಯನ್ ಸ್ಟೂಡೆಂಟ್ಸ್ ಇದ್ದರೆ ಸ್ವಲ್ಪ ನಾರ್ತ್ ಇಂಡಿಯನ್ಗೆ ಮಾಡ್ತಾರೆ. ಲೋಕಲ್ಸ್ ಬಗ್ಗೆ ಯಾರು ಹೆಚ್ಚು ಗಮನ ಹರಿಸಿಲ್ಲ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಲೋಕಲಲ್ಲಿ ಅವರ ಸಂಬಂಧಿಕರು ಗುರ್ತದವರು ಮನೆ ಎಲ್ಲ ಇರ್ತದೆ. ಹಾಗಾಗಿ ಸ್ವಲ್ಪ ಜಾಗರೂಕತೆಯಿಂದ ಇರ್ತಾರೆ. ಹಾಗಾಗಿ ಎಲ್ಲಿ ದೊಡ್ಡ ಕೇರಳದವರ ಕ್ರೌಡ್ ಇರ್ತದೆ ಅಥವಾ ಕೇರಳ ಸ್ಟೂಡೆಂಟ್ಸ್ನ ಸಂಖ್ಯೆ ಇರ್ತದೆ, ಕೇರಳ ಜೂನಿಯರ್ಸ್ ಯಾರು ಸೇರ್ತಾರೆ, ಇಮ್ಮಿಡಿಯೇಟಾಗಿ ಅವ್ರ ಬಗ್ಗೆ ಕಾಲೇಜ್ನವರು ಸಹ ಗಮನ ಹರಿಸಬೇಕು. ಕಾಲೇಜ್ ಅವ್ರದ್ದು ಕರ್ತವ್ಯ ಇದೆ. ಅಲ್ಲಿ ಏನಾಗಿದೆ, ವಾರ್ಡನ್ಸ್ ಇರ್ಬೋದು, ಟೀಚರ್ಸ್ ಇರ್ಬೋದು, ಆ್ಯಂಟಿ ರ್ಯಾಗಿಂಗ್ ಸ್ಕ್ವಾಡ್, ಅವರದ್ದೇ ಆ್ಯಂಟಿ ರ್ಯಾಗಿಂಗ್ ಸ್ಕ್ವಾಡ್ ಇರ್ತದೆ ಕಾಲೇಜಲ್ಲಿ. ಅವರೇನು ಮಾಡ್ತಾ ಇದ್ದಾರೆ ಅವರು ನೋಡಬೇಕು. സംഭവത്തിൽ 6 പേർക്കെതിരെ പാണ്ഡേശ്വർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ 2ാം വർഷ വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തത്. കോളേജിൽ റാഗിംഗ് പതിവെന്നും ആക്ഷേപമുണ്ട്. Yesterday, when we were going to eat snacks and drink tea, some of the seniors come nearby us and called us. We didn't go first, and one of the senior bitten me like wooden stick. There's so many ragging, like in BC campus also, in our campus also. He told me, I have told you right, don't wear Chelsea boots. Why did you wear 2 days after that thing? I said, shoe is compulsory, right? Miss told me that, like that.
പോലീസ് കേസെടുത്തതിന് പിന്നാലെ ആക്രമണം നടത്തിയ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായി കോളേജ് മാനേജ്മെന്റും അറിയിച്ചു. ന്യൂസ് 18 മംഗളൂരു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ മോഷണ കേസുകളെയും അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണ്. എന്നാൽ തിരുവനന്തപുരം വർക്കലയിൽ കൗതുകമുണർത്തുന്നൊരു സംഭവമുണ്ടായി. പുലർച്ചെ 1:30 കള്ളൻ വീട്ടിലെത്തുന്നത്. ആ സമയം 2 കുട്ടികൾ മാത്രമാണ് അവിടെ ഉള്ളത്. അതിനിടെ ഒരു ശബ്ദം പോലും കേൾപ്പിക്കാതെ കള്ളൻ കമ്പിപ്പാര കൊണ്ട് അടുക്കളവാതിൽ കുത്തി തുറന്ന് അകത്തു കയറി. 10 പവനുള്ള സ്വർണ്ണാഭരണങ്ങൾ കവർന്നതിനൊപ്പം വീട്ടിലുണ്ടായിരുന്ന അച്ചാറും ചിപ്സും ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങളും മോഷ്ടിച്ചു. സമീപ പ്രദേശങ്ങളിലെ 5ഓളം വീടുകളിലും മോഷണശ്രമം ഉണ്ടായെന്ന് നാട്ടുകാർ പറയുന്നു. വർക്കല അയണിക്കുഴിവിള വാർഡിൽ പുന്നമ്മൂട് NP വിളയിലായിരുന്നു നാടിനെ ഞെട്ടിച്ച മോഷണം. പ്രദേശവാസിയായ ബാബുവിന്റെ ഡ്രീംസ് എന്ന വീടിന്റെ അടുക്കളവാതിൽ കമ്പിപ്പാര കൊണ്ടാണ് കുത്തിത്തുറന്നത്. പുലർച്ചെ 1:30 മോഷണം. ഈ സമയം സഹോദരങ്ങളായ 2 കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. വീടിനകത്ത് കടന്ന കള്ളൻ 10 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ഒപ്പം വീട്ടിലുണ്ടായിരുന്ന അച്ചാറും ചിപ്സും ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങളും എടുത്തു. ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്ന 2 പെൺകുട്ടികളും ഉണരുകയായിരുന്നു. ആ സമയത്ത് വീട്ടിനുള്ളിൽ ഒരാളെ കണ്ട് ഇരുവരും ഉറക്കി നിലവിളിച്ചു. ഇതിനിടയിൽ വീട്ടിൽ നിന്ന് കള്ളൻ പുറത്തേക്കോടി രക്ഷപ്പെട്ടു. പുന്നമൂട്, വട്ടാരംവിള, NP വിള പ്രദേശങ്ങളിലെ 5ഓളം വീടുകളിൽ രാത്രിയിൽ മോഷണശ്രമം നടന്നതായാണ് നാട്ടുകാർ പറയുന്നത്. മോഷണം നടന്ന വീടിന് സമീപമുള്ള മറ്റൊരു വീടിന്റെ പിറകുവശത്ത് അസ്വാഭാവിക ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ ഉണർന്ന് ലൈറ്റ് തെളിയിച്ചതോടെ അവിടെ നിന്ന് ഒരാൾ ഓടി രക്ഷപ്പെടുന്നത് കണ്ടു. ഒരേ രാത്രിയിൽ പ്രദേശത്തെ നിരവധി വീടുകൾ ലക്ഷ്യമിട്ട് മോഷണശ്രമം നടന്നത് നാട്ടുകാരിൽ കടുത്ത ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും പ്രദേശത്തെ ഇടറോഡുകളിലും ജനവാസ കേന്ദ്രങ്ങളിലും നിരീക്ഷണം വർദ്ധിപ്പിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വർക്കല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്തെ വീടുകളിലും സ്ഥാപനങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ദൃശ്യങ്ങളിൽ ഒരാൾ മാത്രമാണ് ഉള്ളതെങ്കിലും മോഷണത്തിന് പിന്നിൽ കൂടുതൽ ആളുകളുള്ള സംഘമാണോ എന്ന കാര്യവും പരിശോധിച്ചു വരികയാണ്. സമീപ വീടുകളിലെയും CCTV പരിശോധിച്ചു വരുന്നു. ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. 2 വർഷത്തിനിടെ വർക്കല, അയിരൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരവധി മോഷണങ്ങൾ ഉണ്ടായിട്ടും പ്രതികളെ പിടികൂടിയിട്ടില്ല. പല കേസുകളിലും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ലഭിച്ചിട്ടും അന്വേഷണം ഫലപ്രദമായിട്ടില്ലെന്നും പരാതിയുണ്ട്. വക്കീൽ ഓഫീസിലെ മോഷണത്തിൽ പോലും ഇതുവരെ പ്രതിയെ കണ്ടെത്താനായിട്ടില്ല. എത്രയും വേഗം നാടിനെ ഭീതിയിലാഴ്ത്തുന്ന കള്ളന്മാരെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 വർക്കല. ലഹരി മാഫിയയും തട്ടിപ്പ് സംഘങ്ങളും നമ്മുടെ നിയമ സംവിധാനങ്ങളെ മാത്രമല്ല രാജ്യത്തെ സമ്പദ്ഘടനയെ പോലും കബളിപ്പിക്കുകയാണ്. മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ കിട്ടുന്ന കോടികളുടെ വരുമാനം, അതുവഴിയുള്ള മറ്റിടപാടുകൾ, ഇതൊക്കെ ഒളിപ്പിക്കാനുള്ള പുതിയ വഴികൾ തേടുകയാണ് മാഫിയ സംഘങ്ങൾ. കണ്ണൂർ തലശ്ശേരിയിൽ ലഹരി വിൽപ്പനയ്ക്കും മറ്റ് തട്ടിപ്പുകൾക്കുമായി വ്യാജരേഖകൾ നിർമ്മിച്ച സംഘത്തെ തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. വൻതോതിൽ വ്യാജരേഖകൾ തയ്യാറാക്കിയ ലഹരി വിൽപ്പന സംഘത്തിന് ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാൻ സഹായിക്കുന്ന 2 പേരാണ് പിടിയിലായത്. കാസർഗോഡ് സ്വദേശി അബ്ദുൾ റഹ്മാൻ, എറണാകുളം സ്വദേശി റിഷാദ് എന്നിവരെയാണ് ASP ഡോക്ടർ M നന്ദഗോപാലിന്റെ നേതൃത്വത്തിൽ പുലർച്ചെ പിടികൂടിയത്. 500-ലേറെ ആധാർ, പാൻ കാർഡുകളും ഡ്രൈവിംഗ് ലൈസൻസും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് പ്രതികൾ വ്യാപക വ്യാജരേഖ നിർമ്മാണം നടത്തിയത് എന്ന് പോലീസ് പറഞ്ഞു. തെരുവിൽ അലയുന്നവരുടെ പേരിലും ബാങ്ക് അക്കൗണ്ടുകൾ സൃഷ്ടിച്ചതായി തെളിഞ്ഞിട്ടുണ്ട്. മരിച്ചയാളുകളുടെ പേരിലും അക്കൗണ്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്ന് തലശ്ശേരി ASP M നന്ദഗോപൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ടുള്ള പരിപാടികൾ വ്യാജമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബാംഗ്ലൂരിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഡെസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ളവരെ ബാങ്കിൽ കൊണ്ടുപോയി അവരുടെ പേരിൽ അക്കൗണ്ട് എടുത്തിട്ട് അത് 10,000-നും 20,000-നും ഇതുപോലുള്ള ആവശ്യക്കാർക്ക് അവർ മറിച്ച് വെക്കുകയാണ് ചെയ്യുക ബാങ്ക് അക്കൗണ്ടുകൾ. അതുപോലെ നിങ്ങൾക്ക് കാണാം ഇതിൽ ആധാറുകളുണ്ട്, ഫേക്കായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്.
പ്രധാനമായിട്ടും കുറേ കോളേജുകളുടെ ഡിഗ്രി യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകൾ കാണുന്നുണ്ട്. അത് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇവർ പുറത്തേക്ക് വിദേശത്തേക്ക് പോകാനും മറ്റുമായി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞത്. ഈ ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ട്രാക്ക് ചെയ്തതിലൂടെയാണ് നമുക്ക് ഇതിലേക്ക് എത്താൻ സാധിച്ചത്. പ്രധാനമായിട്ടും വൻ റാക്കറ്റിലെ കണ്ണികളാണ് പ്രതികളെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു. ആധാർ കാർഡുകൾ വ്യാജമായി നിർമ്മിച്ച് വിതരണം ചെയ്തത് ഗുരുതരമായ കുറ്റമായാണ് പോലീസ് കരുതുന്നത്. സംഭവത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. CPM ഭരണത്തിന് കീഴിൽ നമ്മുടെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചവനാണ് അർജുൻ ആയങ്കി. എന്നാൽ ഇനി അയാളുടെ ഗുണ്ടായിസം ഇവിടെ നടക്കില്ല. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ നിയമത്തിൻ്റെ കണ്ണുവെട്ടിച്ച് മുങ്ങി നടക്കാൻ അർജുൻ ആയങ്കിക്ക് ഇനി കഴിയുമോ? പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെ അന്വേഷണത്തിന് നിർണായക വഴിത്തിരിവാനുണ്ടായിരിക്കുന്നത്. ഇതോടെ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ പോലീസ് വേഗത്തിലാക്കുമെന്നാണ് സൂചന. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയത്. കേസിന്റെ ഗൗരവം പരിഗണിച്ചാണ് ജസ്റ്റിസ് ഉത്തരവിറക്കിയത്. അർജുൻ ആയങ്കിക്കെതിരായ കേസ് അതീവ ഗൗരവമുള്ളതാണെന്ന് ഹൈക്കോടതി വിലയിരുത്തി. അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും കോടതി വ്യക്തമാക്കി. മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാനും അന്വേഷണത്തിൽ ഇടപെടാനും സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാനാകില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഇതോടെ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ പോലീസ് വേഗത്തിലാക്കുമെന്നാണ് സൂചന. കേസിലെ തുടരന്വേഷണവും അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടികളും ഇനി നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. ഒരാളുമായി സൗഹൃദം കൂടാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും വളരെ എളുപ്പമുള്ള കാര്യമാണല്ലേ? ഒരു ഫോൺ കോൾ, ഒരു മെസ്സേജ്, ഒരു സോഷ്യൽ മീഡിയ പരിചയം. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് എത്രത്തോളം നിലനിൽപ്പുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രഹസ്യമായി സൂക്ഷിക്കേണ്ടി വരുന്ന ബന്ധങ്ങൾ പലപ്പോഴും സുരക്ഷിതമായിരിക്കണമെന്നില്ല. സത്യസന്ധതയില്ലാത്ത സൗഹൃദങ്ങളിൽ ആത്മാർത്ഥതയും ഉത്തരവാദിത്വവും കുറയാം. അത്തരം ബന്ധങ്ങൾ പലപ്പോഴും വഞ്ചനയിലേക്കും ഭീഷണിയിലേക്കും സാമ്പത്തിക ചൂഷണത്തിലേക്കും ചിലപ്പോൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലേക്കും എത്തിച്ചേക്കാം. നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകുന്ന ബന്ധങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ ഭയത്തിലും സംശയത്തിലും കഴിയേണ്ടി വരുന്ന സാഹചര്യം ദുരന്തത്തിലേക്ക് നയിക്കൂ. വിശ്വാസം നഷ്ടപ്പെട്ട ബന്ധം ഒരു നിഴൽ പോലെയാണ്. അത് കൂടെ ഉണ്ടെന്ന് തോന്നാം, പക്ഷേ ഇരുട്ട് മാറുമ്പോൾ അത് അപ്രത്യക്ഷമാകും. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.